ഒരു മാസക്കാലം ദില്ലിയിൽ സമരകാലമായിരുന്നു. ദില്ലിയിൽ മാത്രമല്ല, ആ സമരം ഇന്ത്യയൊട്ടാകെ പടർന്നു. ഒടുവിൽ രക്ഷയില്ലാതെ മുട്ടുമടക്കേണ്ടി വന്നു നരേന്ദ്രമോദിക്കും BJPക്കും. ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ അതേപടി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന, അതിന് ഏതു വഴിയും സ്വീകരിക്കുന്ന സർക്കാരിനെ വിദ്യാർത്ഥികൾ മുട്ടുകുത്തിച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരുന്നു. 3 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് കേസ് പിൻവലിക്കണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നതാണ്. മൂന്നാമത്തെ കാര്യമാണ്, അതാണ് ഏറ്റവും പ്രധാനം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നത്. അതിൽ 2 കാര്യങ്ങൾ നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു കേന്ദ്ര സർക്കാർ. ഇപ്പോഴിതാ ധർമ്മേന്ദ്ര പ്രധാനും രാജിവെച്ചു. എന്താണോ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് അതെല്ലാം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ഇതുപോലുള്ള സമരം കണ്ടിരുന്നു ഇന്ത്യ. അത് കർഷക സമരമായിരുന്നു. കർഷക സമരം 1 വർഷം നീണ്ടുനിന്നു. പക്ഷേ വിദ്യാർത്ഥി സമരം 1 മാസം കൊണ്ട് അവസാനിച്ചു. അതാണ് യുവതയുടെ ശക്തി. ഇന്ത്യയൊട്ടാകെ ഈ സമരം പടർന്നു തുടങ്ങിയിരുന്നു. അടുത്ത വർഷം പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മോഡി സർക്കാർ മുട്ടുകുത്തിയത്. ഈ സമരം ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അതിലൊന്ന് കർഷക സമരം തന്നെയാണ്. കർഷക സമരം പോലെ ഒറ്റക്കെട്ടായി ആവശ്യങ്ങൾ മുൻനിർത്തി ജനകീയമായി സമരം മുന്നോട്ട് നയിച്ചാൽ മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കഴിയും. ഒരു പ്രതിപക്ഷ കൂട്ടായ്മ ശക്തമായി നിലവിൽ വന്നാൽ, അത് ഒത്തൊരുമയോടെ മുന്നോട്ട് പോയാൽ BJP സർക്കാരിനെ തന്നെ താഴെയിറക്കാൻ കഴിയുമെന്ന വലിയ ഒരു സന്ദേശം ഈ സമരം നൽകുന്നുണ്ട്. അതോടൊപ്പം സമരത്തിന് ലഭിച്ച പിന്തുണയാണ്. സമരം ചെയ്യുന്നത് വിദ്യാർത്ഥികളാണ്. കർഷക സമരത്തിനും ഇതുപോലെയുള്ള പിന്തുണ ലഭിച്ചിരുന്നു. അത് സെലിബ്രിറ്റികളുടെ പിന്തുണയാണ്. ഇന്ത്യ കണ്ട മഹാന്മാരായ കലാകാരന്മാർ, അതിൽ നടന്മാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, ചരിത്രകാരന്മാരുണ്ട്, അധ്യാപകരുണ്ട്. എന്തിനേറെ പറയുന്നു, ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണ കലാപ്രവർത്തകർ വരെ ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു എന്നത് ചെറിയ കാര്യമല്ല. അതുതന്നെയാണ് ഒരു പരിധിവരെ ഈ സമരത്തെ വിജയത്തിലേക്ക് എത്തിച്ചത്. മറ്റൊന്ന് പാർലമെന്റ് സമ്മേളനമാണ്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചതോടുകൂടി സമരത്തിന് മറ്റൊരു ഭാവം കൈവന്നു. സ്വാഭാവികമായും പാർലമെന്റിനകത്തും വലിയ ബഹളങ്ങളും പാർലമെന്റ് തന്നെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായി. അത് മോദി സർക്കാരിന് വലിയ തലവേദനയായി മാറുകയും ചെയ്തിരുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളുടെ ഇടപെടലാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് തുറന്നു കാട്ടപ്പെട്ടു. സമര കേന്ദ്രത്തിലേക്ക് ദേശീയ മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചില്ല വിദ്യാർത്ഥികൾ. അങ്ങനെ വന്നവരെ കൂകി വിളിച്ച് ഓടിക്കുന്നത് നാം കണ്ടു. ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ മോദിയെ BJPയെ പിന്തുണക്കുന്നവരാണ്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ മാധ്യമങ്ങളാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷവും ഉള്ളത് എന്നത് വെളിപ്പെടുകയും, എങ്ങനെയാണ് ഈ മാധ്യമങ്ങളോട് ജനങ്ങൾ പ്രതികരിക്കുന്നത്, യുവതലമുറ പ്രതികരിക്കുന്നത് എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. സോഷ്യൽ മീഡിയയാണ് പ്രധാനപ്പെട്ട മാധ്യമമായി പ്രവർത്തിച്ചത്. എല്ലാവരും മാധ്യമപ്രവർത്തകരായി മാറുന്ന കാഴ്ച ദില്ലിയിൽ കണ്ടു. സമരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും മാധ്യമപ്രവർത്തകരാകുകയും അവർക്കാവുന്ന രൂപത്തിൽ സമരത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിക്കുകയും ചെയ്തത് നാം കണ്ടതാണ്. അതിനിടയിലാണ് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു സംഭവം നാം കണ്ടത്. അത് മറ്റൊന്നുമല്ല, മലയാള മാധ്യമങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ച സമര നേതാക്കളെയും നാം കണ്ടു. മലയാള മാധ്യമങ്ങൾ മാത്രമാണ് യഥാർത്ഥ സമര രീതിയും സമരവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശേഷിക്കുന്നതെല്ലാം ഗോദി മീഡിയയാണ് എന്ന് വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്ന കാഴ്ചയും നാം കണ്ടതാണ്. അതിൽ മലയാളികൾക്ക് അഭിമാനിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഒരുമിച്ച് നിന്നാൽ ഏത് ഏകാധിപതിയെയും താഴെയിറക്കാൻ കഴിയും. അതിനൊരു തുടക്കം ഈ സമരത്തിലൂടെ ഉണ്ടായി എന്നതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സ്പിരിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം. ആ സ്പിരിറ്റ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട, BJP സർക്കാരിനെ താഴെയിറക്കാൻ കഴിയും.